മാണിക്കുഞ്ഞ് പറഞ്ഞത് ശരിയാണോ കഥ? താൻ സംസാരിക്കാഞ്ഞിട്ടാണോ അതോ ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ? ഞാനൊന്നും സംസാരിച്ചില്ല. അതെന്താ സംസാരിക്കാത്തെ? തന്റെ സംസാരം കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ തന്റെ കൂടെ ഇരിക്കുന്നത്. സാറിന്റെ ഐഡിയ മനസ്സിലായില്ലേ മാഡം? മാഡത്തിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം. എങ്കിൽ പിന്നെ മാഡം കൊണ്ട് സംസാരിക്കുന്നേ. ഞാനെന്താ സംസാരിക്കാനാ? താൻ എന്ത് വേണേലും സംസാരിച്ചോ, ഞാനത് കേട്ടോളാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. സാറിനോട് എന്ത് വേണേലും സംസാരിച്ചോളാം പറഞ്ഞില്ലേ മാഡം? എങ്കിൽ പിന്നെ 5-10 വർഷത്തെ കളരിക്കലെ കമ്പനിയുടെ കണക്കുകളായിരിക്കും സാറ് പറയുന്നത്. താനൊന്ന് പോടോ. എനിക്കെന്റെ ഭാര്യയോട് സംസാരിക്കാൻ അറിയത്തില്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി സാറേ. എന്ത്? ഇപ്പൊ ആ വിഷയങ്ങളൊക്കെ സാറിനോട് സംസാരിക്കാനേ പാടില്ല കേട്ടോ മാഡം. ഈ കണക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് കുറച്ചു നാള് മുമ്പാ. മാഡം സാറിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ്. ഇപ്പൊ പിന്നെ സാറ് വാ തുറന്നാ പിന്നെ പ്രണയത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഭയങ്കര ചേഞ്ചാന്നേ. വണ്ടി പ്രൈവറ്റാ, പക്ഷെ വണ്ടിക്കകത്ത് വേറെ ഒരാൾ കൂടി ഉണ്ടേ കേട്ടോ. അതെ, പൂജയ്ക്ക് ദോഷം വരുന്നതൊന്നും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടാ ഞാൻ കൂടെ വന്നിരിക്കുന്നെ. ചിരിക്ക് ചിരിക്ക്. ഈ പൂജ അവസാനിക്കും വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ പെരുമാറണ്ടെന്ന്. മാഡം ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. സാറിനിപ്പോ കൈവിട്ടുപോയ ഒരു ലക്ഷണം ഉണ്ടോന്നൊരു സംശയം. മാണിക്കുഞ്ഞേ, ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല സാറേ. സാറിന്റെ മനസ്സും മനസ്സിലെ ചിന്തകളും ഒക്കെ താങ്ങി പിടിച്ചോണ്ട് നടക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുന്നത്? അതുകൊണ്ട് സാറെന്നെ പുറത്താക്കത്തൊന്നുമില്ല. സാറ് വേറെ എന്തെങ്കിലും പറ. കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ട്. സോറി സാർ, സോറി. തന്നോടല്ലടോ. മാഡം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ സാറേ, ചില കാര്യങ്ങൾ കാണുമ്പോ നമ്മളറിയാതെ പറഞ്ഞു. എടോ, താൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേ. വിശ്വനാഥൻ കുറച്ചുകൂടി മാന്യനാണെന്നാ ഞാൻ കരുതിയത്. മാന്യത അയാളുടെ അഭിനയല്ലേ അമ്മേ. നവീൻ നമ്മുടെ ബിസിനസ് മുഴുവൻ ഏറ്റെടുത്തത് മുതല് നവീനോട് ആദ്യം തോറ്റത് അയാളല്ലേ. പിന്നെ പലതവണ നവീന്റെ മുമ്പിൽ ജയിക്കാൻ അയാൾ ശ്രമിച്ചു, സാധിച്ചില്ല. പൊതുസ്ഥലത്തും ബിസിനസ് മീറ്റിലൊക്കെ വെച്ച് കാണുമ്പോ അയാൾ നവീനെ പുകഴ്ത്താറുണ്ട്. എന്റെ കുട്ടിയാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ശത്രുതയുണ്ട്. കളരിക്കൽ കുടുംബത്തിന്റെ ശത്രു ആരെന്ന് അന്വേഷിച്ച് നടക്കുകയാണല്ലോ നമ്മള്. ഓരോരുത്തരായി പുറത്തു വരട്ടെ. പക്ഷേ അയാള് പറഞ്ഞത് സത്യമാണെങ്കിലോ? സിത്താരി ശ്രീനിവാസനും പിരിയാനുള്ള കാരണം ശ്രീനിവാസന്റെ തെറ്റായ ബന്ധമാണെങ്കിലോ? സിത്താര ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ നമ്മളും ശ്രീനിവാസനെ കുറിച്ച് സിത്താരോട് കാര്യമായിട്ടൊന്നും ചോദിച്ചുമില്ല. കാരണം അതിനേക്കാൾ വലിയ ഭാരം നമ്മുടെ തലയിലുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി.
അത് തീർത്തും അവരുടെ കുടുംബപരമായ ഒരു കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യമാണ് സിത്താരയിൽ നിന്നും നമ്മൾ മറച്ചുവെച്ചത്. സിത്താരയുടെ മകളുടെ ജീവന് തന്നെ ആപത്തുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കണ്ട. ശരിയമ്മേ. പക്ഷേ ശ്രീനിവാസൻ ഗാതമോളുടെ അച്ഛനാണല്ലോ. അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞാ നല്ലതാ. നമ്മുടെ മുന്നിലുള്ള പ്രധാന കാര്യം ഗാഥയും കൃഷ്ണയും എങ്ങനെ ഒരു രൂപത്തിൽ വന്നു എന്നുള്ളതാ. അവരിരട്ടകളാണോ എന്നുള്ളതാ. സിത്താരയോട് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ മറ്റേതെങ്കിലും വഴിയിലൂടെ അത് കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് തോന്നുന്നത് ശ്രീനിവാസിനെ കുറിച്ചുള്ള അന്വേഷണം അതിനുപകരിക്കുന്ന. എങ്കിൽ ശ്രീനിവാസിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാനൊരാളെ ഏർപ്പാടാക്കട്ടെ. ഏർപ്പാടാക്കിക്കോളൂ. പക്ഷെ എല്ലാം രഹസ്യമായിട്ട് വേണം. സിത്താരെ അറിയാതെ അവരുടെ കുടുംബ രഹസ്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാരണവശാലും സിത്താര തിരിച്ചറിയാൻ പാടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നന്ദ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? കൃഷ്ണമോളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പം മുതല് ചെറുതാണെങ്കിലും അതിനു വേണ്ടിയുള്ള ഓരോരോ തെളിവുകള് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിൽ അവസാനത്തേതാണ് വിശ്വനാഥൻ നിന്നെ കണ്ടത്.